നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വർഷവും ലോക പ്രമേഹ ദിനങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളുടെ പ്രമേഹ രോഗത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഞാൻ 20-30 വർഷം പ്രമേഹത്തിന് ചികിത്സ എടുത്തിട്ടും എൻ്റെ പ്രമേഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഏതൊരു ചികിത്സ ചെയ്യുമ്പോഴും സേഫസ്റ്റ് ആയിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കുക, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചികിത്സകൾ സ്വീകരിക്കുക. രണ്ടാമത്തേതായിട്ട്, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് നമ്മുടെ രോഗകാരണങ്ങളെ മാറ്റുന്നുണ്ടോ, കേവലം സിംറ്റംസിനെ മാത്രം. അപ്പൊ സിംറ്റംസിനെ മാത്രം ബേസ് ചെയ്ത്, ലക്ഷണങ്ങൾ മാത്രം ബേസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷണങ്ങൾ മാത്രമേ മാറുകയുള്ളൂ. അപ്പൊ രോഗകാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഓരോരുത്തർക്കും പല വ്യത്യസ്ത രീതിയിലായിരിക്കും കാരണങ്ങൾ. പ്രമേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ലോക പ്രമേഹ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.